ഹായ് ഓൾ. അപ്പോൾ നമ്മൾ ഇന്നുള്ളത് മാജിക് ലാംസിൻ്റെ ജീനി ടോക്ക് പോഡ്കാസ്റ്റ് എപ്പിസോഡ് 1 ഈ ഒരു ജീനി ടോക്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളെ കുട്ടികളെ മൊത്തം പാരൻറ്റിങ് ലൈഫിൽ വരുന്ന ഓരോ മൈൽ സ്റ്റോൺസ് അച്ചീവ് ചെയ്യാനും ഓരെങ്ങനെയാണ് അതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യേണ്ടതെന്നുള്ള കുറേ ഡൗട്ട്സ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ഈ ഡൗട്ട്സിനൊക്കെ ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് ഇതിന് കൂടുതലായിട്ട് പഠിച്ചിട്ടുള്ള ആൾക്കാരായിട്ട് നമുക്കൊന്ന് ഇൻട്രാക്ട് ചെയ്ത് നോക്കാം. ആ ഇൻട്രാക്ഷനിൽ കിട്ടുന്ന കുറേ അധികം നോളജ് നിങ്ങൾക്കും കിട്ടും. അതുവഴി നിങ്ങളെ പാരൻറ്റിങ് ജേണി അത്രയും അടിപൊളിയാക്കാനും പറ്റും. അപ്പോൾ നമ്മൾ ഈ ഫസ്റ്റ് എപ്പിസോഡിൽ നമ്മളിപ്പോൾ ഉള്ളത് ജസ്മത്തയാണ്. അപ്പോൾ ജസ്മത്താനെ പറ്റി ഞാൻ അധികം കൂടുതൽ പറയണില്ല. ജസ്മത്താനെ പറ്റി തന്നെ നമ്മളോട് പറഞ്ഞോളൂ. സോ ജസ്മത്ത. ഓക്കെ, സോ എൻ്റെ പേര് ജസ്മ. ഞാൻ ബേസിക്കലി ഐ എം എ സൈക്കോളജിസ്റ്റ്. സ്പെഷ്യലി ചൈൽഡ് സൈക്കോളജിയാണ് ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്തിട്ടുള്ളത്. എൻ്റെ ഒരു ഇൻട്രസ്റ്റഡ് ഏരിയ അതാണ്. ഓക്കെ, ആൻഡ് ഞാൻ ഒന്നും കൂടെ പാരൻറ്റിങ് അല്ലെങ്കിൽ പാരൻസിനെ കുറിച്ച് പഠിക്കാൻ തുടങ്ങിയത് എനിക്കൊരു മോനുണ്ട്, 3 വയസ്സായ മോനുണ്ട്. അതിന് ശേഷമാണ്. ആൻഡ് അതിന് ഞാൻ ഒന്നും കൂടി ഡീപ്പായിട്ട് പഠിക്കാൻ തുടങ്ങിയത് ഞാൻ മാജിക് ലാമ്പിലെ R&D ജോയിൻ ചെയ്തതിന് ശേഷമാണ്. ഓക്കെ, യാ. അപ്പൊ ജസ്മത, എനിക്ക് ഫസ്റ്റ് ചോദിക്കാൻ സാധനം എന്താ വെച്ചാല്, ഇപ്പൊ മഴക്കാലാണല്ലോ. അപ്പൊ ഈ മഴക്കാലത്ത് കുറെ വീഡിയോകൾ ഞാൻ കണ്ടിട്ടുണ്ട്, മക്കളെ മഴ കൊള്ളിക്കണം എന്ന് പറയും. എന്നാ എന്റെ ഉമ്മയൊക്കെ പറഞ്ഞിട്ടുണ്ട് മഴ കൊള്ളാൻ പാടില്ല. ഇപ്പൊ മഴക്കാലൊക്കെ ആയി കഴിഞ്ഞാൽ അതിനെ പുറത്ത് കൂടൂല ചെറിയ കുട്ടിയാകുന്ന സമയത്ത്. ശരിക്കും എന്താണ് അതിന്റെ ഒരു മിത്ത് എന്താ, അല്ലെങ്കിൽ അത് ശരിക്കും അങ്ങനെ ഉണ്ടോ? എന്താണ് സംഭവം? മഴ കൊള്ളാൻ പാടില്ല എന്ന് പറയാൻ പാടുണ്ടോന്ന് ചോദിച്ചാൽ അത് ശരിക്കും ഒരു കോൺട്രവേഴ്സി ആവും. ശരിക്കും എൻ്റെ അഭിപ്രായത്തിൽ മഴ കൊള്ളണം. ഓക്കെ, പക്ഷെ ഈ മഴ കൊള്ളുന്നതിന് ഇപ്പൊ നിനക്ക് ചെറിയ കുട്ടിയാകുമ്പോൾ ചീത്ത കിട്ടിയിട്ടില്ലേ? എത്ര ചീത്തട്ടീണ് എനിക്ക്. ഞാൻ ഡിഗ്രിക്ക് പഠിക്കുമ്പോഴാണ് ചീത്ത കിട്ടിയത് എൻ്റെ ഒരു മാമിൻ്റെ അടുത്തുനിന്ന്. മഴ കൊണ്ടേന് ടീച്ചർ. മഴ കൊള്ളിക്കരുത് എന്നൊന്നും ഞാൻ ഒരിക്കലും പറയൂല കേട്ടോ. കുട്ടികൾക്ക് മഴ കൊള്ളണം. ബിക്കോസ് ഈ മഴ എന്നുള്ളത് കുട്ടികൾക്ക് പറ്റിയൊരു സെൻസറി സ്റ്റിമുലേഷൻ അല്ലെങ്കിൽ സെൻസറി എക്സ്പ്ലോറേഷൻ നല്ല രീതിയിൽ കൊടുക്കുന്ന ഒരു സംഭവമാണ്. അതായത് ചുരുക്കി പറഞ്ഞാൽ, അല്ല സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, മഴ പെയ്യുമ്പോൾ മണ്ണിന്റെ മണം മാറും. ഓക്കെ, സ്മെൽ എന്നുള്ള സ്റ്റിമുലേഷൻ അവിടെ സെൻസ് ആണ് വർക്ക് ചെയ്യും. ഫസ്റ്റത്തെ മഴക്ക് ആ ഒരു സ്മെല്ല് ഭയങ്കര അടിപൊളി സ്മെല്ല് വരുമല്ലോ. യെസ്, ഈ മഴ കുഞ്ഞോളെ മേല് തട്ടുമ്പോൾ, മഴത്തുള്ളി മേല് തട്ടുമ്പോൾ ടച്ച് എന്നുള്ള സെൻസേഷൻ അവിടെ വർക്ക് ചെയ്യും. മഴന്റെ സൗണ്ട് എന്നുള്ളത് ഹിയറിങ് അല്ലെങ്കിൽ സൗണ്ട് എന്നുള്ള സെൻസേഷൻ അവിടെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനിയിപ്പോ ഇതൊന്നും പോരാഞ്ഞിട്ട് കുട്ടികൾ ഇങ്ങനെ നടക്കുക. ഇപ്പൊ ഈ മഴയത്ത് നടക്കുമ്പോൾ സ്ലിപ്പായി പോകും അല്ലെ? ഈ സ്ലിപ്പായി പോവാതെ ബാലൻസ് ചെയ്ത് നടക്കുക എന്നുള്ളത് വേറൊരു ഡെവലപ്മെന്റാ. സോ മഴ ബേസിക്കലി നല്ലതാണ്, പക്ഷെ നല്ലതാണ്. അപ്പൊ ഇതിന്റെ എന്താ വെച്ചാല്, ഈ ആദ്യ മഴ ആരും കൊള്ളരുതെന്ന് പറയുന്നത്. ഇപ്പൊ കുട്ടികളായാലും വലിയവരായാലും മാക്സിമം ആദ്യ മഴ കൊള്ളരുത് അറിയുന്നത്. അപ്പൊ അതെന്താ അങ്ങനെ? അത് പെട്ടെന്ന് കാലാവസ്ഥ മാറുമല്ലേ. അത് ചിലപ്പോൾ നമ്മള് ഇപ്പൊ കുട്ടികളാണെങ്കിലും വലിയ ആൾക്കാരാണെങ്കിലും പെട്ടെന്ന് കാലാവസ്ഥ മാറുമ്പോൾ അത് നമുക്കൊന്ന് അക്സെപ്റ്റ് ചെയ്യാം, നമ്മളെ ബോഡി ഒന്ന് അഡാപ്റ്റ് ചെയ്യാനുള്ള ഒരു ടൈം എടുക്കുമല്ലോ. അതുകൊണ്ടാണ് ആദ്യം മഴ വേണ്ടെന്ന് പറയുന്നത്. ബാക്കിയൊക്കെ നോർമലായിട്ട് ഒരു മിനിമം റേഞ്ചിലുള്ള മഴ നമ്മൾ പിള്ളേർക്കും കൊള്ളാം, നമുക്കും കൊള്ളാം. ഓഫ് കോഴ്സ്, പിന്നെ ഈ നല്ല ഇടി വെട്ടുമ്പോ അല്ലെങ്കിൽ റിസ്കി സാഹചര്യത്തിലുള്ള മഴകൾ ഉണ്ടാവുമല്ലോ, നല്ല കാറ്റടിക്കുമ്പോൾ ആ സമയത്തൊന്നും മഴ കൊള്ളിച്ച് കണ്ട് ഒരു എക്സ്പീരിയൻസ് കൊടുക്കേണ്ട ആവശ്യമില്ല. ചെറിയൊരു മഴയൊക്കെ കൊണ്ടില്ല. യെസ്, കുറെ മഴ കൊള്ളാതെ മോശമായി പോയി. മിനിമം മഴ വിത്ത് ഒരു ബേസിക് സേഫ്റ്റി കൺട്രോൾസ്. ഓക്കെ, അപ്പോ ഇപ്പൊ നിങ്ങള് പറഞ്ഞു ഭയങ്കരമായിട്ടുള്ള മഴ കൊള്ളണ്ട, ഫസ്റ്റ് മഴ കൊള്ളണ്ട എന്ന് പറഞ്ഞു. അപ്പോ അതേപോലെ തന്നെ ഇപ്പൊ നമ്മള് പോകുന്ന സമയത്തൊക്കെ മക്കളെയും കൊണ്ട് ഇപ്പൊ ചെറിയ കുട്ടികളെ മഴ കൊള്ളിക്കാൻ പറ്റുമോ? അതോ ഈ ഒരു നടക്കാൻ പാകത്തിന് ഇപ്പൊ നിങ്ങളൊരു സ്ലിപ്പ് ആവുക എന്നൊക്കെ പറഞ്ഞല്ലോ, അപ്പൊ ഈ 1 വയസ്സായ അല്ലെങ്കിൽ ഒരു 1.5 വയസ്സായ മക്കളൊക്കെയാണോ മഴ കൊള്ളിക്കുന്നത്? ചെറിയ മക്കളെ, ഒരു 6 മാസം 8 മാസമൊക്കെ ആയ മക്കളെ ഇപ്പോ വിളിക്കാൻ പറ്റും? എന്താണ്? 6 മാസം മുന്നേ ഉള്ള മക്കൾക്ക് അല്ലാതെ നമ്മള് ഒരിക്കലും സപ്പോർട്ട് അല്ലെങ്കിൽ പറയൂല കൊടുക്കണം എന്നുള്ളത്. അവര് എന്ന് വെച്ചാല് ഈ ഒരു സിറ്റുവേഷനിലൂടെ അഡാപ്റ്റ് ചെയ്ത് വരുന്ന മക്കളാണ്. അപ്പൊ അവര് മൊത്തമായിട്ട് മഴ കൊള്ളിക്കൽ റിസ്ക് ആയിരിക്കും. പക്ഷെ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ ആക്കുക, കാലൊന്ന് വെള്ളത്തിലാക്കി കൊടുക്കുക എന്നുള്ള പരിപാടികളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നോക്കാം. അതൊന്നും അവർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. പിന്നെ ഓഫ് കോഴ്സ് എല്ലാവരും എന്താണ്, കുട്ടികളാവുമ്പോ എന്താണ്, അപ്പുറത്തൊരു പാരന്റ് വേണം ഒന്ന് സൂപ്പർവൈസ് ചെയ്യാൻ. അത് മാൻഡേറ്ററി ആണ്. അപ്പൊ ഇതിപ്പോ നോർമൽ ഇപ്പൊ മഴ കൊള്ളുമല്ലോ. ഇപ്പൊ എന്താ വെച്ചാല്
എൻ്റെ സിസ്റ്ററിന് മോനുണ്ട്. അപ്പോൾ ഓൻ അതേപോലെ ഒരു പ്രാവശ്യം മഴ വിളിച്ചിന്. ആളിയെ മഴ വിളിച്ചിട്ട് എന്താ പറ്റിയാല് നല്ല പഞ്ചി, അത് വീട്ടിൽ ഫുള്ള് ചീത്ത. അപ്പൊ അതൊക്കെ എങ്ങനെയാണ് സംഭവിക്കുന്നത്? അപ്പൊ ശരിക്കും ഇങ്ങനെ പനിക്കണ നല്ലതാണെന്നുള്ള ഡോക്ടർ പറഞ്ഞു. അന്ന് ഡോക്ടറെ കാണിച്ചപ്പോ പനിക്കണ നല്ലതാണ്, പക്ഷെ ഇങ്ങനെ മഴ വിളിച്ചിട്ട് പനിക്കണ്ടെന്ന് പറഞ്ഞു. എന്താ അതിന്റെ ഒരു ലോജിക്ക് ഇപ്പോഴും കിട്ടിയില്ല. അത് മേ ബി എന്താന്ന് വെച്ചാല് ഈ പനി എന്നതിനേക്കാൾ ഉപരി ആ സമയത്ത് ഉണ്ടാവുന്ന ഹ്യൂമിഡിറ്റി ഉണ്ടല്ലോ, അതാണ് മെയിൻ ആയിട്ട് ഒരാൾക്ക് അസുഖം ഉണ്ടാക്കുന്നത്. പിന്നെ വെച്ചാല് ചില കുട്ടികളുണ്ടാവും ഭയങ്കര പ്രോൺ ടു അസുഖം എന്ന് പറയുന്നത്. ഇപ്പൊ എന്റെ മോന് അത്യാവശ്യം അലർജി ഉള്ളതാ. അപ്പൊ കുറച്ച് മഴ കൊണ്ടാൽ മതി ചെക്കൻ തുമ്മാൻ തുടങ്ങും. ഓക്കെ, അങ്ങനത്തെ കേസിലുള്ള പിള്ളേരൊക്കെ ആണെങ്കിൽ ഇത് പെട്ടെന്ന് എഫക്ട് ചെയ്ത് തുടങ്ങും. അതാണ് ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഒരു കൺട്രോൾ എന്തായാലും അത്യാവശ്യമാണ്. ആ മഴയാണ് കുട്ടി എക്സ്പീരിയൻസ് ചെയ്തോട്ടെ എന്ന് വിചാരിച്ചിട്ട് മൊത്തത്തിൽ കൊണ്ടുപോയിട്ടരുത്, ഒരു ലിമിറ്റ് വെക്കാം. പക്ഷെ ആ സെയിം സമയത്ത് നമ്മൾ എന്ത് ചെയ്യാ, അത്യാവശ്യം ഒരു റെയിൻകോട്ട് ഒക്കെ ഇട്ട് കൊടുത്തിട്ട്, അത്യാവശ്യം ക്വാളിറ്റി ഉള്ള റെയിൻകോട്ട് കേട്ടോ, റെയിൻകോട്ട് ഒക്കെ ഇട്ട് കൊടുത്ത് പിള്ളേരെ വെള്ളത്തിൽ ഇറക്കുന്നൊന്നും വലിയ റിസ്ക് ഉള്ള പരിപാടിയല്ല. അപ്പൊ നിങ്ങള് മോനെ അലർജി ഉണ്ടായിരുന്നു, അപ്പൊ ആൾക്ക് എങ്ങനെ നിങ്ങൾ മയക്കൊരു ഷെഡ്യൂൾ അങ്ങനെ വെച്ചു? കാരണം നിങ്ങളിപ്പോ ഒരു സൈക്കോളജിസ്റ്റ് ആണല്ലോ, അപ്പൊ നിങ്ങൾ എന്തായാലും ഒരു ടൈം ഫ്രെയിം ഒക്കെ വെക്കാൻ സാധ്യതയുണ്ട് തോന്നണേ. ഇല്ല, ഞാൻ അങ്ങനെ ടൈം ഫ്രെയിം അല്ല, പക്ഷെ ഭയങ്കര മഴ ഉണ്ടാവരുത്. ഒരു മിനിമം മഴയാണെങ്കിൽ ഞാൻ അവനെ സൈക്കിൾ ഔട്ടാനാണെങ്കിലും അല്ലെങ്കിൽ റെയിൻകോട്ട് ഇട്ടിട്ടോ സൈക്കിൾ ഔട്ടാനാണെങ്കിലും നടക്കാനാണെങ്കിലും ഒക്കെ പുറത്തു വിടും. അത് ഞാനവിടെ പുറത്ത് നോക്കിയിരിക്കും. അവൻ്റെ ഒരു ഫ്രീ പ്ലേ എന്നുള്ള രീതിയിൽ, മഴയിൽ ഫ്രീ പ്ലേ എന്നുള്ള രീതിയിൽ അവൻ പോയി കളിക്കും. അപ്പോൾ ഈ വല്ലാതെ ചളിവെള്ളത്തിലൊന്നും ചവിട്ടാൻ എന്താ നമ്മള് അസുഖങ്ങൾ വരും. കുറച്ച് നല്ല ചളിവെള്ളമാണെങ്കിൽ അസുഖം വരും. പക്ഷേ കുറച്ചൊക്കെ ഒരു വെള്ളം കെട്ടിക്കിടക്കുന്ന കുറച്ച് തെളിഞ്ഞ വെള്ളമൊക്കെ ആണെങ്കിൽ അതിലൊക്കെ ഞാൻ കളിക്കാൻ ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല. പിന്നെ എന്തായാലും മിനിമം എക്സ്പോഷർ, പിന്നെ ഇവർ ഈ സിറ്റുവേഷനോടൊക്കെ ഒന്ന് അഡാപ്റ്റ് ചെയ്ത് വരണ്ടേ, കുറച്ചൊക്കെ കുഴപ്പമില്ലാന്നേ. മനസ്സിലായി. ഇപ്പൊ സയന്റിഫിക്കലി മഴ കൊള്ളുന്നോട് കുഴപ്പമില്ല. ഇല്ല, ലിമിറ്റഡ് മഴ. ഞാൻ പറഞ്ഞ പോലെ ഒരു സേഫ് ആയിട്ടുള്ള മഴ കൊള്ളാം, കുറച്ച് സേഫ് ആയിട്ട് വിത്ത് ലിമിറ്റഡ് ആയിട്ട് ഒരു മഴ കൊള്ളാം, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഫുള്ള് മഴ തന്നെ ഇറങ്ങി നടക്കുക ആ പരിപാടി വേണ്ട കേട്ടോ. പിന്നെ അതേപോലെ ഡ്രസ്സുകളൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ ഈ മഴയത്ത് കളിച്ചു കഴിഞ്ഞാൽ വേഗം കുട്ടീനെ ഒന്ന് കുളിപ്പിച്ച് ഡ്രസ്സൊക്കെ മാറ്റി ഉണങ്ങിയ ഡ്രസ്സ് ഇട്ട് കൊടുക്കുക. കുട്ടീൻ്റെ മേലുള്ള ഹ്യൂമിഡിറ്റിക്ക് ഒന്ന് മാറ്റി കൊടുക്കാനൊക്കെ നോക്കുക. അപ്പോ ചെറുപ്പത്തില് മഴ കൊള്ളാന്നത് ഒരു ബുദ്ധിമോശമായി. അപ്പൊ അല്ല, എനിക്ക് അങ്ങനത്തെ പ്രശ്നമില്ല. കാരണം എന്താ വെച്ചാൽ ഞാന് എന്താ വെച്ചാൽ മഴ കൊള്ളണ്ടെന്ന് പറഞ്ഞിട്ട് കുറച്ച് കാലമാണല്ലോ. പിന്നെ ഒരു ടൈം കഴിഞ്ഞാല് നമ്മളെന്തായാലും മഴ ചാടിപ്പോലോ. അപ്പൊ അതില് എനിക്ക് കിട്ടീണ് അടി കിട്ടീണ് മഴത്ത് പോയി കളിച്ചിട്ട്. അപ്പൊ ഞാൻ എന്താ വെച്ചാൽ ബാക്ക് കൂടെ ഇറങ്ങി അങ്ങനെ അത് ഇറങ്ങിയിട്ടാണ് പോയി മഴയുമ്പോ മഴത്തൊക്കെ കളിച്ചിട്ട് കയറി വരും. അപ്പൊ ഈ കൂടെ ഇപ്പുറത്തൂടെ ഉമ്മ ഉണ്ടെങ്കിൽ അപ്പുറത്തൂടെ ഞാൻ കയറി വരാം. അവനെ 2-3 പോയില്ല, ഒന്നാട്ടം പിടിച്ച്. കാരണം എന്താ വെച്ചാല് പനിച്ച് നല്ല പൊന്നനിച്ച്. അപ്പൊ അതും പ്രശ്നമാണ്. സൂപ്പർവിഷൻ വേണം അല്ലേ? സൂപ്പർവിഷൻ വേണം, ഒന്ന് കണ്ടോട്ടെ കുട്ടികൾ എന്താ ചെയ്യണത് എന്നുള്ളതൊക്കെ. ഓക്കെ. അതേപോലെ ജസ്മിത, ഇപ്പൊ നമ്മളെ ചെറിയ മക്കളൊക്കെ സ്കൂൾ പോയി തുടങ്ങിയല്ലോ, സ്കൂളൊക്കെ തുടങ്ങി, ഒരു സ്കൂളിൽ പോയി തുടങ്ങി ഒരു ടൈമാണ്. അപ്പോ ഓർക്ക് അടിപൊളിയായിട്ട് പോകാനൊക്കെ ഉള്ള കുറച്ച് പോയിന്റ്സ് ഒക്കെ ആയിട്ട് എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? പാരന്റ്സിനായാലും അതേപോലെ മക്കളെ കാര്യത്തിൽ പാരന്റ്സ് ശ്രദ്ധിക്കുക, ഇനി മക്കൾ എന്തെങ്കിലും ശ്രദ്ധിക്കുകയാണെങ്കിൽ അത് മൊത്തത്തിലായിട്ട് നിങ്ങൾക്ക് എന്താ പറയാനുള്ള? ഓക്കെ, അങ്ങനെ ചോദിക്കുമ്പോൾ കുട്ടികൾക്ക് ഫസ്റ്റ് എന്ത് കാണിച്ചു കൊടുക്കണം അറിയും? നമ്മളുടെ ഈ ഇലക്ട്രിസിറ്റി കമ്പികൾ ഉണ്ടല്ലോ, അത് ഈ മുകളിലുള്ള കമ്പികൾ, അത് കാണിച്ചു കൊടുക്കണം. ഓക്കെ, അതിലിങ്ങനെ കറണ്ട് പോവും, കറണ്ട് വന്ന ഷോക്ക് അടിക്കുന്നുള്ള കോൺസെപ്റ്റ് കുട്ടികൾ ആദ്യം മുതൽ ഇങ്ങനെ കേട്ട് പഠിച്ചിട്ടുണ്ടാവും. അതായത് ഇങ്ങനെ ആ പ്ലഗിന്റെ ഹോട്ടലിൽ തൊട്ടാല് ഷോക്ക് അടിക്കുന്നുള്ളത്. ഓക്കെ, ആ കോൺസെപ്റ്റ് ഒന്നുകൂടെ പറഞ്ഞു കൊടുത്തിട്ട് ഈ കമ്പി താഴെ വീണ് കിടക്കാനും ചാൻസ് ഉണ്ട്, മഴക്കാലം ആവുമ്പോൾ കാറ്റടിക്കുമ്പോൾ താഴെ വീഴും, ഇത് പൊട്ടും താഴെ വീഴും. ഓക്കെ, ഇതിങ്ങനെ താഴെ കിടക്കാൻ ചാൻസ് ഉണ്ട്, ഇതും ചവിട്ടരുത്, ഇത് തൊടരുത്. ആ ഒരു കോൺസെപ്റ്റ് കുട്ടിക്ക് പറഞ്ഞു കൊടുക്കണം. അത് ഫസ്റ്റ് തന്നെ കുട്ടിനോട് ഇതാ ഇലക്ട്രിസിറ്റി ലൈൻ അവിടെ കിടക്കുന്നുണ്ട്, അത് പോയി പിടിക്കരുത് തൊടരുത് എന്ന് പറഞ്ഞാൽ കുട്ടിക്ക് മനസ്സിലാവില്ല. യെസ്. സോ എന്തുകൊണ്ടാണ് അങ്ങനെ പറയണത് എന്നുള്ളതും എന്താണ് ആ ഇലക്ട്രിസിറ്റി ലൈൻ എന്നുള്ളതും അവർക്ക് കാണിച്ചു കൊടുക്കണം. ഓക്കെ, പിന്നെ ഈ പറഞ്ഞ പോലെ ഈ ഒരുപാട് വെള്ളം കെട്ടി നിൽക്കുന്ന അല്ലെങ്കിൽ ഒരുപാട് ചെളിവെള്ളം, അതായത് നമുക്ക് ഈ കുറച്ച് തെളിഞ്ഞ ചെളിവെള്ളം അല്ലാതെ നല്ല കലക്ക വെള്ളം ഉണ്ടാവില്ലേ, അതിന് മാക്സിമം ചവിട്ടാതിരിക്കാനും പറയണം. ബിക്കോസ് ഈ വലിയ കലങ്ങാത്ത വെള്ളമാണെങ്കിൽ അവർക്ക് താഴെ കാണാം, കാല് ഇത്ര പോകുന്നുള്ളത് അവർക്ക് ഗസ് ചെയ്യാം മിനിമം. ഓക്കെ, മറ്റേതാവുമ്പോൾ അവർക്ക് മനസ്സിലാവില്ല,
ചിലപ്പോൾ അത് വലിയ കുഴികളും ആവാൻ ചാൻസസ് ഉണ്ട്. ഈ ചിലപ്പോൾ മാനോൾ പിറ്റൊക്കെ വെള്ളം നിറഞ്ഞിടക്കണ ഒരു ടൈം. എക്സാക്ട്ലി. അപ്പോൾ അങ്ങനെ റിസ്ക് എലമെന്റ് ഉണ്ട്. അപ്പൊ അത് നമ്മൾ കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കണം. ആൻഡ് എല്ലാ കുട്ടികൾക്കും ഇതെന്താ പറയാ പറഞ്ഞു കൊടുത്താൽ മനസ്സിലാക്കിക്കൊള്ളുന്നില്ല. പറ്റുകയാണെങ്കിൽ എന്തെങ്കിലും അത് റിലേറ്റഡ് വീഡിയോസ് ഒക്കെ കാണിച്ചു കൊടുത്താൽ നൈസ് ആയിരിക്കും. പിന്നെന്ന് വെച്ചാൽ ഇവരുടെ ഡ്രസ്സ് ഓക്കെ എപ്പോഴും കംഫർട്ട് ആയിട്ടുള്ള അല്ലെങ്കിൽ ഉണങ്ങിയിട്ടുള്ള ഡ്രൈ ആയിട്ടുള്ള ഡ്രസ്സ് തന്നെ ആവാൻ ശ്രദ്ധിക്കണം. ഓക്കെ. ആൻഡ് ഇവരുടെ കയ്യിൽ എപ്പോഴും ഒരു അംബ്രല്ല അതേപോലെ തന്നെ റെയിൻ കോട്ട് നമ്മളെപ്പോഴും അവരുടെ ബാഗിൽ കീപ്പ് ചെയ്യുക അല്ലെങ്കിൽ ഇവരുടെ കയ്യിൽ കൊടുക്കണം. ബിക്കോസ് അതാവുമ്പോൾ ഇവർക്ക് എപ്പോൾ യൂസ് ചെയ്യണം എന്നുള്ളത് കൂടെ പറഞ്ഞു കൊടുക്കണം. ഇപ്പൊ നമുക്കറിയാം ചില ഒരു ഏജ് കഴിഞ്ഞാല് പിള്ളേർ കുട എടുക്കൂല. ഓക്കെ. നടക്കാനുള്ളൊരു മടിയാണ്. ഞാൻ എടുക്കലൊന്നുമില്ല. ഞാനൊരു 5ാം ക്ലാസ് കഴിഞ്ഞിട്ട് എനിക്ക് കുട എടുക്കാൻ ഭയങ്കര ഇഷ്ടമില്ലാത്തൊരു കാര്യം. യെസ്, ആ സൈഡിൽ കൂടെ ഇങ്ങനെ ഓടിപ്പോയാൽ മതി എന്നുള്ളതായിരിക്കും കോൺസെപ്റ്റ് വരിക. ഓക്കെ. അപ്പൊ അതല്ല, കുട എടുക്കണം എന്നുള്ളത് കാര്യം കൂടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. ഓക്കെ. പിന്നെ എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഈ വെള്ളം കുടിക്കുക എന്ന് പറയുന്നത്. യെസ്, മറ്റേ നമ്മള് പണ്ട് മുതലേ പറയുന്ന ഒരു കോൺസെപ്റ്റ് തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കണം എന്നുള്ളത്. അതെന്തായാലും മാൻഡേറ്ററി ആണ് കേട്ടോ. പച്ചവെള്ളം മാക്സിമം കുടിക്കാതിരിക്കാൻ. മറ്റേ ഈ എലിപ്പനി, പ്ലേഗ്, ഈ കൈൻഡ് ഓഫ് അസുഖങ്ങളൊക്കെ കുറച്ചധികം സ്പ്രെഡ് ചെയ്യുന്ന ടൈമാണ്. അപ്പോൾ തിളപ്പിച്ചാറിയ വെള്ളം മാക്സിമം നല്ല അത് മതി. ആ രീതിയിൽ തന്നെ പിള്ളേർക്ക് കൊടുക്കാൻ നോക്കുക. ഓക്കെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇപ്പോ മോംസിനോട് നിങ്ങൾക്ക് എന്താ പറയാല്ലേ ഈ ഒരു മഴയുടെ കേസിൽ? ഇനി ഫൈനലായിട്ടൊരു കാര്യം പറയുകയാണെങ്കിൽ അങ്ങനെ പറയുകയാണെങ്കിൽ മഴ കൊണ്ടോട്ടെ. ഓക്കെ. മഴ കൊള്ളുന്നതിന് പ്രശ്നമല്ല. പക്ഷെ നിങ്ങൾ അവിടെ എന്ത് ചെയ്യണം? ഗൈഡായിട്ട് ഉണ്ടാവണം. മഴ കൊള്ളുന്നതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് അവർക്ക് സെൻസറി എക്സ്പ്ലോറേഷൻ എല്ലാവർക്കും ഒരുപാട് നല്ല രീതിയിൽ വരുന്നുണ്ട്. അതേപോലെ തന്നെ അവരുടെ മോട്ടോർ ഡെവലപ്മെന്റ്, ഫൈൻ മോട്ടോർ ഡെവലപ്മെന്റ്, ഇമാജിനേഷൻസ്, ഇങ്ങനെ കുറേ കാര്യങ്ങൾ അവിടെ ഡെവലപ്പ് ആവുന്നുണ്ട്. ഈവൻ അവരുടെ സ്കിന്ന്, അവരുടെ ബോഡി ഡിഫറെന്റ് വെതേഴ്സ് അല്ലെങ്കിൽ ക്ലൈമറ്റും ആയിട്ടും അവർ അഡാപ്റ്റ് ചെയ്ത് പോകാനൊക്കെ ഹെൽപ്പ് ചെയ്യും. സോ മഴ കൊള്ളാം വിത്ത് സൂപ്പർവിഷൻ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. ഷുവർ. ഇനി വരും എപ്പിസോഡുകളിൽ ഇതേപോലെ ജസ്മത്ത് അടക്കം വരും. അതേപോലെ തന്നെ നമുക്ക് വേറെയും കുറേ അധികം ആളുകളായിട്ട് അധികം ടോപ്പിക്സ് സംസാരിച്ചുകൊണ്ട് അങ്ങോട്ട് മുന്നോട്ട് ഈ പോഡ്കാസ്റ്റ് എങ്ങനെ എനിക്ക് കൊണ്ടുപോകാം. സോ അതുവരെ ബൈ ഗായ്സ്.